ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ ഡിസ്കഷൻ സീരീസിന്റെ ഡേ 1 ആണ്, അതായത് +2ന്റെ ഡേ 1 ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് +2 ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 1 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമ്മളൊരു 2022 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 2022 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ NCERT-യിൽ സിലബസ് ചേഞ്ച് വന്നിട്ടുള്ളത് 2022-ലാണ്. അപ്പം അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്, 2025 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2022 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് answer and fill up the blank. The single cotyledon of monocotyledons are called. Monocotyledon plants ന്റെ സിംഗിൾ കോട്ടിലിഡൻ ആണ് ഉണ്ടാവുക. ആ സിംഗിൾ കോട്ടിലിഡന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്: പ്രിമ്യൂൾ, റാഡിക്കൽ, സ്ക്യൂട്ടല്ലം ആൻഡ് കോളിയോറൈസ. അപ്പം ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ സ്ക്യൂട്ടല്ലം ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡയഗ്രാം ആണ് മോണോകോട്ടിലിഡനസ് പ്ലാന്റിന്റെ എംബ്രിയോയുടെ ഡയഗ്രാം. അപ്പം ഇതിൽ നോക്കിയാൽ ഈ ഭാഗത്തിനെയാണ് സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. ചില എക്സാമുകൾക്ക് ഈ ഡയഗ്രാം തന്നിട്ട് ഇത് ABC എന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതെന്താന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. Next question, choose the correct answer. Innermost wall layer of microsporangium is. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഇന്നർമോസ്റ്റ് വോൾ ലെയറിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് 2022 മാർച്ചിന് ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്: മിഡിൽ ലെയർ, ടപ്പീറ്റം, എപ്പിഡെർമിസ് ആൻഡ് എൻഡോഡെർമിസ്. അപ്പം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ടപ്പീറ്റം ആണ്. ഇതാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഏറ്റവും പുറമെ വരുന്ന 3 ലെയേഴ്സ് ആണ് എപ്പിഡെർമിസ്, എൻഡോഡെർമിസ് ആൻഡ് മിഡിൽ ലെയർ. അപ്പോൾ ഇത് മൂന്നിനും ഏകദേശം ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ഉള്ളത്. അതായത് പ്രൊട്ടക്ഷൻ, ഡെഹിസൻസ് ഓഫ് ദി ആന്തർ ടു റിലീസ് പോളൻ. പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ മൈക്രോസ്പൊറാഞ്ചിയ പൊട്ടുന്നതിന് വേണ്ടിയിട്ട്, ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ പോളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടി കാണുന്ന 3 ലെയേഴ്സ് ആണ് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം ആൻഡ് മിഡിൽ ലെയർ. എന്നാൽ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ടപ്പീറ്റം ആണ് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നത്. ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ടപ്പീറ്റം. ടപ്പീറ്റം എന്ന് പറയുന്നത് ന്യൂട്രിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയർ ആണ്. അതായത് വളർന്നു വരുന്ന മൈക്രോസ്പോറുകൾക്ക്, ഇതിനുള്ളിലാണ് മൈക്രോസ്പോർസ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ട, അതായത് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക, അപ്പോൾ അതിന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ബാക്കി 3 ലെയേഴ്സും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് +1 +2ന്റെ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ +1 ആണെങ്കിൽ +1 വാട്സപ്പ് ചെയ്യുക, +2 ആണെങ്കിൽ +2 എന്ന് വാട്സപ്പ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 സേ എക്സാമിന്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എക്സൈൻ ഔട്ടർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഡാഷ് ഇന്നർ വോൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? ഇൻറ്റൈൻ ആണ്. പോളൻ ഗ്രെയിനിന് 2 വോൾ ലെയേഴ്സ് കാണാൻ പറ്റും. ഒന്ന് എക്സൈൻ, ഒന്ന് ഇൻറ്റൈൻ. അപ്പം നമ്മൾ +1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെല്ലിങ്സ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെല്ലിങ് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ചില വാക്കുകളുടെയൊക്കെ സ്പെല്ലിങ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അപ്പം ഇൻറ്റൈൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇതാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോളൻ ഗ്രെയിനിന് ഈ എക്സൈൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം എക്സൈൻ എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പായിട്ടുള്ള പുറമേ കാണുന്ന ലെയറാണ്. എക്സിറ്റ് എന്ന് പറയുമ്പം പുറത്തു നിന്നാണല്ലോ അർത്ഥം, എക്സിറ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. ഇത് ഔട്ടർ ലെയർ ആണ്, ഔട്ടർ വോൾ ലെയർ ആണ്. ഉള്ളിൽ വരുന്നതാണ്, ഇതാണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഇൻറ്റൈൻ ഇന്നർ, അങ്ങനെ നമുക്ക് അത് ഓർത്ത് വെക്കാം. ഇൻറ്റൈൻ ഉള്ളിൽ വരുന്ന ലെയർ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് കാണും, അതിനെ നമുക്ക് ജേം പോർ എന്ന് പറയാം. സോ ഇതാണ് പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ. എക്സൈൻ, ഇൻറ്റൈൻ മാറിപ്പോവാതെ ഓർത്ത് വെക്കാൻ ഇപ്പോൾ പറ്റുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022 സെക്കൻഡ് ടേമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ഇപ്പം നമ്മൾ പോളൻ ഗ്രെയിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ്റെ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ബോൾഡായിട്ട് മാർക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്യണം. സോ പെക്റ്റിൻ, സെല്ലുലോസ്, സ്പോറോപോളിനിൻ ആൻഡ് കൈറ്റിൻ, ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ആയിട്ട് വരിക സ്പോറോപോളിനിനാണ്. സോ സ്പോറോപോളിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. സോ എക്സൈൻ ഈസ് ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. നമുക്കറിയാം ഇതാണ് എക്സൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ലെയർ. അപ്പം ഈ ഒരു ലെയറിനെ
ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് സ്പോറോപോളിനിൻ എന്ന് പറയുന്നത്. ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ കോൾഡ് സ്പോറോപോളിനിൻ. സ്പോറോപോളിനിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു മെറ്റീരിയലാണ് സ്പോറോപോളിനിൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ് ആൻഡ് ആൽക്കലീസ്. ആസിഡിനെയും ആൽക്കലീസിനെയും ഒരു കുറച്ച് അധികം ടെമ്പറേച്ചറിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് സ്പോറോപോളിനിൻ. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ പെട്ടെന്നൊന്നും അതിന് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പോറോപോളിനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദർ ആർ നോ നോൺ എൻസൈം ദാറ്റ് ക്യാൻ ഡീഗ്രേഡ് സ്പോറോപോളിനിൻ. ഇപ്പം സ്പോറോപോളിനെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയുള്ള എൻസൈം ഒന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം, അത്രയും സ്ട്രോങ് ആണ് ഈ സ്പോറോപോളിനിൻ എന്ന് പറയുന്ന അത് വെച്ചിട്ടാണ് പോളൻ ഗ്രെയിനിൻ്റെ പുറമെയുള്ള ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ കുറേ കാലം നശിച്ചു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പോറോപോളിനിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെരിസ്പെർമസ് സീഡ്? അത് 2022 സെക്കൻഡ് ടേമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പെരിസ്പെർമസ് സീഡ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ആണ്. പെരിസ്പെർം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതാണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ എന്ന് പറയുന്നത്. എൻ്റയർ സ്ട്രക്ചറിന് നമ്മൾ ഒവ്യൂൾ എന്ന് പറയും. ഈ ഒവ്യൂളിനുള്ളിൽ ഇവിടെ ആയിട്ട് എന്തുണ്ടാവും, എംബ്രിയോ സാക്ക് ഉണ്ടാവും. ഈ എംബ്രിയോ സാക്കിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഈ ന്യൂസെല്ലസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് കഴിയുമ്പോഴേക്ക് ഈ ന്യൂസെല്ലസ് ഓൾമോസ്റ്റ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, കംപ്ലീറ്റ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നില്ല, ഈ കംപ്ലീറ്റ് ന്യൂസെല്ലസ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, കുറച്ച് അവിടെ തന്നെ പേഴ്സിസ്റ്റ് ചെയ്യും. അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസിനെയാണ് നമ്മൾ പെരിസ്പെർം എന്ന് പറയുന്നത്. സോ ഇതൊരു ബീട്രൂട്ട് ചെടിയുടെ സീഡാണ്. ബീട്രൂട്ട് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെടിയുടെ സീഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഓറഞ്ച് കളറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പെരിസ്പെർം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞു, ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു. എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെരിസ്പെർം ഇവിടെ കുറച്ച് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. അത്തരം പ്ലാന്റ്സിനെ അല്ലെങ്കിൽ അത്തരം സീഡുകളെ നമുക്ക് എന്ത് പറയാം, പെരിസ്പെർമസ് സീഡ് എന്ന് പറയാം. സോ അതിനുള്ള എക്സാമ്പിളാണ് ബ്ലാക്ക് പെപ്പർ, നമ്മുടെ കുരുമുളക്, അതുപോലെ ബീറ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ചെടിയുടെ വിത്ത്. അപ്പം ഇതൊക്കെയാണ് പെരിസ്പെർമിന് എക്സാമ്പിൾ. എന്താണ് പെരിസ്പെർം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെമനന്റ് ഓഫ് ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ഇൻ സീഡിൽ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസിൻ്റെ കുറച്ച് ഭാഗത്തിനെയാണ് നമ്മൾ പെരിസ്പെർം എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2023 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചൂസ് the correct answer. The innermost wall layer of microsporangium that give nutrition to pollen grain is called. pollen grainന് ന്യൂട്രിഷൻ കൊടുക്കുന്ന ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇതിന് ആൻസർ ചെയ്തു അല്ലേ, ടപ്പീറ്റം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടപ്പീറ്റം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരുപാട് തവണ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ. അപ്പം ടപ്പീറ്റം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക, ഈ പേര് മറന്നു പോവാതിരിക്കുക. ന്യൂട്രിഷന് വേണ്ടിയുള്ളതാണ് ടപ്പീറ്റം. ബാക്കിയുള്ള ഈ 3 ലെയേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഈസ് കോൾഡ്. പെർസിസ്റ്റ് ചെയ്യുന്ന റെസിഡ്യൂ ഓഫ് ന്യൂസെല്ലസിനെ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അല്ലേ, വേറൊരു ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2023 മാർച്ചിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, പെരിസ്പെർം ആണ്. നമുക്ക് ചെറിയൊരു ഡൗട്ട് വന്നേക്കാം, പെരികാർപ്പാണോ പെരിസ്പെർം ആണോ എന്ന്. പക്ഷേ കാർപ്പ് എന്ന് പറയുന്നത് ഫ്ലഷുമായിട്ട് റിലേറ്റഡ് ആണ്. ഫ്ലഷ് അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഭാഗമായിട്ട് റിലേറ്റഡ് ആണ് കാർപ്പ് എന്ന് പറയുന്നത്. അപ്പം അതെന്താ, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഫ്രൂട്ട്. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് പെരിസ്പെർം ആണ്. പെരിസ്പെർം ഈസ് ദ ആൻസർ. ഓൾറെഡി അറിയാം, ഇതാണ് പെരിസ്പെർം എന്ന് പറയാം. റെമനന്റ് ഓഫ് ന്യൂസെല്ലസ് പെർസിസ്റ്റന്റ് ഇൻ എ സീഡ്. എക്സാമ്പിൾ മറക്കരുത്, ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് 2-celled pollen grain ലേബിൾഡ് എ. പോളൻ ഗ്രെയിനിന് 2 സെല്ലുള്ള സ്റ്റേജിലുള്ളൊരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മുടെ NCERT ബുക്കിൽ കൊടുത്ത കാര്യമാണ്. അപ്പം ഇതിൽ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2023 സേ എക്സാമിന്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ ആണ്, ഇത് ജനറേറ്റീവ് സെല്ലാണ്, ഇത് വെജിറ്റേറ്റീവ് സെല്ലാണ്. എന്താണ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ജനറേറ്റീവ് സെൽ എന്ന് നോക്കുകയാണെങ്കിൽ, വെജിറ്റേറ്റീവ് സെല്ല് ലാർജ് ആയിരിക്കും,
അബൻഡൻറ്റ് ഫുഡ് റിസർവ് കാണാൻ പറ്റും ആൻഡ് ലാർജ് ഇറഗുലർ ന്യൂക്ലിയസും കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാം അല്ലേ. ലാർജ് സെല്ലാണ്, ഒരുപാട് ന്യൂട്രിയൻസ്, ഈ കാണുന്ന ഡോട്ടൊക്കെ തന്നെ എന്താണ്, ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ന്യൂട്രിയൻസ് ആണ്. പിന്നെ എന്താണ്, വലിയൊരു ഇറഗുലർ സൈസ് ഷേപ്പിലുള്ള ഒരു ന്യൂക്ലിയസും കാണാൻ പറ്റുന്നുണ്ട്. ഇത് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ജനറേറ്റീവ് സെല്ലിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ എന്താണ് ജനറേറ്റീവ് സെൽ? സ്മോൾ സ്പിൻഡിൽ ഷേപ്ഡ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ ന്യൂക്ലിയസ് ഫ്ലോട്ടിംഗ് ഇൻ ദ വെജിറ്റേറ്റീവ് സെൽസ് സൈറ്റോപ്ലാസം. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ല് ഇങ്ങനെ മൊത്തത്തിലാണ് കിടക്കുക. ഈ ഒരു പോളൻ ഗ്രെയിൻ എടുത്ത് നോക്കിയത് മൊത്തത്തിലായിട്ടാണ് വെജിറ്റേറ്റീവ് സെല്ല് കാണാം. ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ജനറേറ്റീവ് സെല്ല് കാണാൻ പറ്റും. ഇത് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ്. സോ ഇങ്ങനെ ഇതിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ജനറേറ്റീവ് സെല്ല് കാണാൻ പറ്റുക. ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്നത്. സോ അത് സ്മോളർ ആയിരിക്കും, സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും, സ്പിൻഡിൽ ഷേപ്പ്. ഓക്കെ, അതാണ് വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെല്ലുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2023 സെക്കൻഡ് ടേമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്യുന്ന ഫ്രൂട്ടിനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് പാർത്തനോകാർപ്പി. ഇവിടെ ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർപ്പ് ഈസ് റിലേറ്റഡ് ടു ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലഷ്. ഇതൊക്കെ ആയിട്ടാണ്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറച്ചി എന്ന് പറയും. അതൊക്കെ എന്താണ്, കാർപ്പുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പാർത്തനോ കാർപ്പിക്. ഇവിടെയും കണ്ടില്ലേ, കാർപ്പ് വന്നു അല്ലേ. അപ്പോൾ എന്താ, അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്രൂട്ട്. സോ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് മാത്രമല്ല, വേറെ 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ടുകളും ഉണ്ട്. ഒന്ന് ഫോൾസ് ഫ്രൂട്ട്, ഒന്ന് ട്രൂ ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഡെവലപ്പ് നോട്ട് ഫ്രം ഓവറി അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് ഫ്രൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ആപ്പിൾ, സ്ട്രോബെറി ആൻഡ് കാഷ്യൂ തുടങ്ങിയതെല്ലാം. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി എവിടെ നിന്നായിരിക്കും, ഓവറിയിൽ നിന്നായിരിക്കും ഫോം ചെയ്യുക. ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ദ ഓവറി. അതിന് എക്സാമ്പിളാണ് മാംഗോ, ഗ്രേപ്സ് ഒക്കെ. ഇനി മറ്റൊരു ടൈപ്പായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഇവിടെയും ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് ഇവിടെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ബനാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡെഹൈസസ് യൂസിങ് എ പെയർ ഓഫ് ഫോർസെപ്സ്. അതായത് ആന്തർ ഡെഹൈസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്നതിന് മുൻപ് ഈ ആന്തറിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള 3-4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ബാഗിങ്, ഹൈബ്രിഡൈസേഷൻ, എമാസ്കുലേഷൻ ആൻഡ് റീബാഗിങ്. അപ്പോൾ ബാഗിങ്ങും റീബാഗിങ്ങും അല്ലാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാഗ് സംതിങ് റിലേറ്റഡ് ടു ബാഗ് ആണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ പ്രോസസ്സുകളെയും ടുഗദർ പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. പിന്നെ വരുന്നതാണ് എമാസ്കുലേഷൻ. സോ ദ ആൻസർ ഈസ് എമാസ്കുലേഷൻ. എമാസ്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദ ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തർ ഡെഹൈസസ് യൂസിങ് എ പെയർ ഓഫ് ഫോർസെപ്സ്. ഫോർസെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനമാണ്, ഈ ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് കൊണ്ട് നമ്മൾ ആ ഒരു ആന്തറിനെ, ഇവിടെ ആന്തർ ഉണ്ടാവുമല്ലോ ഫ്ലവറിന്, ആ ആന്തറുകളെയൊക്കെ ഒഴിവാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമാസ്കുലേഷൻ എന്ന് പറയുന്നത്. എമാസ്കുലേഷൻ എന്തിനാണ് ചെയ്യുന്നത്, സെൽഫ് ഫെർട്ടിലൈസേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി. അതായത് ഇവിടെ നിന്നുള്ള ഈ ഫ്രൂട്ടിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യാം, നമുക്കിവിടെ ചെന്നിട്ട് ഡസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എമാസ്കുലേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 മാർച്ച് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഇൻ ഗ്രാസസ് ദ മോണോകോട്ട് എംബ്രിയോ കണ്ടെയ്ൻ സിംഗിൾ കോട്ട്ലിഡൻ നെയിംഡ്. മോണോകോട്ട് എംബ്രിയോയിൽ കാണുന്ന സിംഗിൾ കോട്ട്ലിഡൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. എന്തായിരുന്നു ആൻസർ? സ്ക്യൂട്ടെല്ലം. സോ ഇതാണ് സ്ക്യൂട്ടെല്ലം. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ശ്രദ്ധിക്കണം, സീഡ് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫോം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫോം ചെയ്യുന്നതാണോ ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഓർക്കണം. കാരണം നമുക്ക് ഓപ്ഷനിൽ രണ്ടും കൊടുക്കും. സീഡ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്തതും ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്തത് രണ്ടും കൊടുക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച്
ആൻസർ ചെയ്യണം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സീഡാണ്. സോ സീഡിൻ്റെ ആൻസറാണ് അപ്പോമിക്സിസ്. ഇവിടെ കണ്ടോ, പാർത്തനോകാർപ്പിയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കറിയാം കാർപ്പി ഈസ് റിലേറ്റഡ് ടു ഫ്രൂട്ട്. അപ്പം അങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാം. ഡോർമൻസി എന്ന് പറയുന്നത് എന്താണ്? സീഡ് ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന എന്നാൽ വയബിൾ ആയിരിക്കുന്ന കണ്ടീഷനെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. പോളി എംബ്രിയോണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു എംബ്രിയോ ആൻഡ് പോളി മീനിങ് മെനി. അപ്പം അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതുമല്ല, ആൻസർ ആയിട്ട് വരുന്നത് അപ്പോമിക്സിസ് ആണ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് എവോൾവ്ഡ് എ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയും. ഇതിന് കാരണമാവുന്നതിന് യൂഷ്വലി ഹെൽപ്പ് ചെയ്യുന്നത് എഗ് സെല്ലുകളാണ്. എഗ് സെല്ലുകൾ എന്ത് സംഭവിക്കുന്നില്ല? മിയോസിസ് നടക്കുന്നില്ല. മിയോസിസ് നടന്നാലാണ് അത് എന്താവുന്നത്? 2N കണ്ടീഷനിൽ നിന്ന് അത് N കണ്ടീഷനിലേക്ക്. അപ്പോൾ എഗ് സെല്ലുകളിൽ മിയോസിസ് നടക്കുന്നില്ല. അപ്പോൾ അത് 2N കണ്ടീഷനിൽ തന്നെ ഉണ്ട്. 2N കണ്ടീഷൻ ആകുമ്പോൾ പിന്നെ എംബ്രിയോ ആവുന്നതിന് ബുദ്ധിമുട്ടില്ല. 2N കണ്ടീഷനിലുള്ള എഗ് സെല്ല് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നു. എംബ്രിയോ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് സീഡായിട്ട് മാറുന്നു. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? അപ്പോമിക്സിസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 സെക്കൻഡ് ടേമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി ഒരു മെച്യൂർ ആയിട്ടുള്ള ആൻജിയോസ്പേം എംബ്രിയോസാക്കിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് നീറ്റ് എക്സാമിനും അല്ലാതെ നമ്മുടെ മറ്റുള്ള എക്സാമുകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കും, എന്നാൽ എന്ത് കാണില്ല? 8 സെല്ലുകൾ കാണില്ല. 7 സെല്ലുകളായിരിക്കും ഉണ്ടാവുക. 8 ന്യൂക്ലിയെ 7 സെൽസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഈ എംബ്രിയോസാക്കിൽ നോക്കുകയാണെങ്കിൽ ചലാസൽ എൻഡിൽ നമുക്ക് 3 ആൻറ്റിപോഡൽ സെൽസ് കാണാൻ പറ്റും. ആൻഡ് മൈക്രോപൈലാർ എൻഡിൽ നമുക്ക് 3 സെൽസ് കാണാൻ പറ്റും. അതിൽ 2 സൈനർജിഡ്സ് ആയിരിക്കും, 1 എഗ് സെല്ലായിരിക്കും. പിന്നെ നടുക്കായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സിംഗിൾ സെല്ല് കാണാൻ പറ്റും. ആ സിംഗിൾ സെല്ലിനെ നമ്മൾ എന്ത് പറയും? സെൻട്രൽ സെല്ല് എന്ന് പറയും. സെൻട്രൽ സെൽ. ഈ സെൻട്രൽ സെല്ലിൽ നമുക്ക് 2 ന്യൂക്ലിയസ് കാണാൻ പറ്റും. അതിനെ ഓരോന്നിനെയും പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയെ. ഇത് മൊത്തത്തിൽ ഒരു സെല്ലാണ്, പക്ഷേ ഈ സെല്ലിൽ എന്ത് കാണാം? 2 ന്യൂക്ലിയസ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇത് 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളുമായിട്ട് മാറിയത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 സെക്കൻഡ് ടേമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസൻഡ ബൈ മീൻസ് ഓഫ് സ്റ്റോക്ക് ഹോൾഡ്. ഓവ്യൂള് പ്ലാസൻഡയായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്ക് വരുന്നുണ്ട് അതിന് ഇടയിൽ. ആ സ്റ്റോക്കിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് ഫ്യൂണിക്കിൾ. നമുക്ക് ഹൈലം എഴുതാനൊക്കെ തോന്നും, പക്ഷെ അത് തെറ്റാണ്. ഹൈലം അല്ല ആൻസർ, ഫ്യൂണിക്കിളാണ്. അതായത് ഇതിപ്പം ഓവറി വാളാണെങ്കിൽ, ഈ കൊടുത്തിരിക്കുന്നത് ഓവറി വാളാണെങ്കിൽ ഈ ഓവറി വാളിൽ ഇവിടെ ആയിട്ട് എന്ത് കാണും? പ്ലാസൻഡ കാണാം. പ്ലാസൻഡയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും, ഒരു സ്റ്റോക്ക് കാണാൻ പറ്റും. ഈ സ്റ്റോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് കാണുക? ഒവ്യൂൾ കാണാൻ പറ്റും. അപ്പം ഇത് ഒവ്യൂൾ, ഇത് ഫ്യൂണിക്കിൾ ഓവറി വാളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ പ്ലാസൻഡ എന്ന് പറയും. ഈ ഭാഗമാണ് ഫ്യൂണിക്കിൾ. അപ്പോൾ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. ഫ്യൂണിക്കിളും ഒവ്യൂളും ആയിട്ട് വരുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഹൈലം. അപ്പോൾ അത് കൺഫ്യൂഷൻ വരരുത്. ഈ ഒരു അറ്റാച്ച് ചെയ്യുന്ന പോയിന്റിനെ ഹൈലം എന്ന് പറയും. ഈ ഭാഗത്തിന് പ്ലാസൻഡയ്ക്കും ഹൈലത്തിനും ഇടയിലുള്ള ഭാഗത്തിന് ഫ്യൂണിക്കിൾ എന്ന് പറയും. അതാണ് ശരിക്കും ഒവ്യൂളിനെ പ്ലാസൻഡ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഡാഷ് ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ് സൈനർജിഡ്സ്. നമുക്കറിയാം സ്റ്റിഗ്മയിൽ വന്നിട്ട് പോളൻ ഗ്രെയിൻ വന്ന് വീഴുന്നു. ഈ പോളൻ ഗ്രെയിൻ പിന്നീട് വളർന്നിട്ട് എങ്ങോട്ടെത്തും? ഒവ്യൂളിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പം ഈ പോളൻ ഗ്രെയിനിനെ എങ്ങനെ അറിയാം കറക്റ്റായിട്ട് ഇവിടേക്കാണ് എംബ്രിയോസാക്കിലേക്കാണ് വരേണ്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നു? അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒവ്യൂൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഈ പോളൻ ട്യൂബിന് എങ്ങനെ മനസ്സിലാവും? അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്. അതാണ് എംബ്രിയോസാക്കിനുള്ളിൽ കാണുന്ന ഫിലിഫോം അപ്പാരറ്റസ്. സോ ഫിലിഫോം അപ്പാരറ്റസ് ആണ് വളർന്നു വരുന്ന ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോളൻ ട്യൂബിന് സിഗ്നൽസ് കൊടുക്കുന്നത്. അതായത് എംബ്രിയോസാക്കിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ്, ഒവ്യൂൾ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആയിട്ടാണ് എക്സെല്ല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു സിഗ്നൽ കൊടുക്കുന്നത് ഈ എംബ്രിയോസാക്കിനുള്ളിലുള്ള ഫിലിഫോം അപ്പാരറ്റസ് ആണ്. സോ ആൻസർ ആയിട്ട് വരുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഈ ഫിലിഫോം അപ്പാരറ്റസിലേക്കായിരിക്കും, എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്കായിരിക്കും ഈ പോളൻ ട്യൂബ്, വളർന്നു വന്നിട്ടുള്ള പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുക. ഇങ്ങനെ എൻ്റർ ചെയ്ത പോളൻ ട്യൂബിനുള്ളിൽ 2 മെയിൽ ഗ്യാമറ്റ്സ് ഉണ്ടാവും. പിന്നെ എന്താണ്? ഒരു വെജിറ്റേറ്റീവ് ന്യൂക്ലിയോ ഉണ്ടാവും. ഈ മെയിൽ ഗ്യാമറ്റിൽ ഒരു മെയിൽ ഗ്യാമറ്റ് എന്ത് ചെയ്യും? എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും.
ഒരു മെയിൽ ഗ്യാമറ്റ് സെൻട്രൽ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് PEN ആയിട്ട് മാറും. വെജിറ്റേറ്റീവ് സെല്ല് പിന്നീട് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് 2022 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം അത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ഒവ്യൂൾ എംബ്രിയോസാക്കുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം, പിന്നീട് ഈ മൈക്രോസ്പൊറാഞ്ചിയോ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗം, പിന്നീട് പെരിസ്പേം, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ന്യൂസെല്ലസ്, ടപ്പീറ്റം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നീട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഇത്രയാണ് നമുക്ക് +2 ഈ ഒരു ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഓക്കെ, ബൈ.